മനുഷ്യരുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ദുരന്തങ്ങളുടെയും വേദനകളുടെയും തീരാ ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ നിമിഷങ്ങളിൽ മനുഷ്യൻ അവരുടെ സ്വന്തം ഇടങ്ങളിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന സ്വാഭാവികമായ ഒരു കാഴ്ച നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ചിലപ്പോഴൊക്കെ ചിലരെ ഫേസ് ചെയ്യാൻ മടിച്ച്, ചില വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ മടിച്ച് മനുഷ്യർ മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ചില വെല്ലുവിളികൾ, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ, അഭിമുഖീകരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഇടങ്ങളിൽ നിന്ന്, ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി മറ്റൊരിടത്ത് പോയി ഇരിക്കാൻ, മറ്റൊരു ഒളിസങ്കേതത്തിൽ പോയി ഇരിക്കാൻ പലപ്പോഴും മനുഷ്യൻ കൊതിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ പല ഇടങ്ങളിലും ചേക്കേറിയവരായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് മനോഹരമായിരിക്കുന്ന ഒരു സന്ദേശം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു ആശയം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ടെൻഡർ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ദാവീദിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലനായ ഒരു ശത്രു ദാവീദിൻ്റെ അമ്മായിയപ്പനായിരുന്ന ശൗല് തന്നെയാണ്. കാര്യം, ശൗൽ രാജസ്ഥാനത്തിരിക്കുമ്പോഴാണ് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ അടിച്ചിടുകയും അവനെ കൊന്ന് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ഈ സംഭവം നടക്കുന്നതോടുകൂടെ ശൗൽ രാജാവ് ദാവീദിൻ്റെ ബദ്ധശത്രുവായി മാറുകയാണ്. പിന്നീട് രാജാവായ ശൗല് പലയിടങ്ങളിലും ദാവീദിനെ ഓടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ്റെ ജീവന് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവൻ്റെ ജീവനെ അപഹരിക്കേണ്ടതിന് പലയിടങ്ങളിലും ദാവീദിനെ ഓടിക്കുകയും കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഇടങ്ങളിലെല്ലാം, ഈ അവസരങ്ങളിലെല്ലാം ദാവീദ് പലപ്പോഴും ഗുഹകളിലാണ് പോയി ആശ്രയിച്ചിട്ടുള്ളതായിട്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുഹയെന്ന് പറയുന്നത് അദുല്ലാം ഗുഹയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ആ വേദഭാഗം ഇങ്ങനെയാണ്: ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഈ വകക്കാരൊക്കെയും ദാവീദിന്റെ അടുക്കൽ വന്നുകൂടി ദാവീദ് അവർക്ക് തലവനായി തീർന്നു. ആ വന്നു ചേർന്നവർ ഏതാണ്ട് 400 പേരുണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോക്കൂ, ദാവീദ് ഇപ്പോൾ പലായനം ചെയ്യുന്നതും ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്നതുമൊക്കെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയും ശത്രുവായിരിക്കുന്ന ശൗലിൻ്റെ കയ്യിൽ നിന്ന് ഓടി മറയുക, ജീവൻ സംരക്ഷിക്കുക, ഇതാണ് ദാവീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഓട്ടം ഓടുന്ന ഈ മനുഷ്യൻ്റെ പുറകാലെ ഏതാണ്ട് ഒരു 400 ആൾക്കാർ വന്ന് ഇവനെ അഭയം ചൊല്ലി ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ആശയം കുറച്ചുകൂടി ഗൗരവമായി നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു കരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നമ്മളെ ആശ്രയിക്കുന്ന കുറേ ആശ്രിതർ, നമ്മളെ ആശ്രയിക്കുന്ന കുറേ മനുഷ്യർ കൂടി വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനോനിലവാരം? എങ്ങനെയാണ് നമ്മൾ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഇതേ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മനുഷ്യൻ ദാവീദ് കടന്നു പോകുന്നത്. അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അവൻ്റെ മുമ്പിലുണ്ട്. അന്നേരമാണ് സന്തുഷ്ടിയില്ലാത്തവരും കടമുള്ളവരും ഞെരുക്കമുള്ളവരുമായ 400 ആൾക്കാർ പിന്നെയും വന്ന് ദാവീദിനെ അഭയം ചൊല്ലുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ഒരു കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രാരാബ്ദങ്ങൾക്കകത്തായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളെ ആശ്രയിക്കുന്ന കുറേ ആൾക്കാരെയും നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ വളരെ ഗൗരവമായിട്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് ഒരു സന്ദേശം പറയാനായിട്ടുണ്ട്. നിങ്ങളിലുള്ള അഭിഷേകം, നിങ്ങളിലുള്ള ആത്മശക്തി, നിങ്ങളിലുള്ള ദൈവാശ്രയമാണ് മറ്റുള്ളവരും കൂടി നിങ്ങളുടെ ചിറകിൻ കീഴിൽ വരാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ കഷ്ടതകളുടെ വേളകളിലും നൊമ്പരങ്ങളുടെ വേളകളിലും നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്കൊരു അത്താണിയാകണമെന്ന് ആ മനുഷ്യർ കൊതിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ ഉറപ്പിക്കൂ, അതൊരിക്കലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടോ നിങ്ങളുടെ കരുത്ത് കൊണ്ടോ നിങ്ങളുടെ ശേഷി കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളിലുള്ള ദൈവശക്തിയാണ് ആ മനുഷ്യർക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ കാരണമായി തീർന്ന വസ്തുതകളെന്ന് മനസ്സിലാക്കുന്നവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദാവീദിൻ്റെ അടുക്കൽ കടന്നു വന്ന 400 പേർ കടമുള്ളവരാണ്, സന്തുഷ്ടിയില്ലാത്തവരാണ്, ഞെരുക്കമുള്ളവരാണ്. ദാവീദ് അവർക്ക് തലവനായി തീർന്നു എന്നാണ് അവിടെ വായിക്കുന്നത്.
അദുല്ലാം ഗുഹയിൽ ദാവീദ് നിൽക്കുന്നത്, അദുല്ലാം ഗുഹ അവൻ്റെ വീടല്ല, മറിച്ച് അവൻ്റെ ഒളിസങ്കേതമാണ്. അവൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതിന്, ജീവൻ സംരക്ഷിക്കേണ്ടതിന് അവൻ ഓടിക്കയറിയ ഒരു ഗുഹയാണ് അദുല്ലാം ഗുഹ. പക്ഷേ ആ അദുല്ലാം ഗുഹ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ഇടമായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിതം സംരക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാൻ ഓടിക്കയറിയ ഇടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി മാറും എന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പലപ്പോഴും ഇന്ന് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പലരും നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇല്ലാത്തവരായിട്ട് മറ്റേതോ ഒരു രാജ്യത്ത്, മറ്റേതോ ഒരു സംസ്ഥാനത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കയറിയ വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, ആ ഇടം, നിങ്ങൾ ഓടിക്കയറിയ ഇടം നിങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറാനായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് പരാജിതനായി തലകുനിച്ചിട്ടല്ല, മറിച്ച് ജയശാലിയായിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ പട്ടാഭിഷേകം നടക്കാനായിട്ട് പോകുന്നു എന്ന് ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദേ, താങ്കൾ ഓടിക്കയറിയത്, അദുല്ലാമിലേക്ക് താങ്കൾ ഓടിക്കയറിയത് താങ്കളുടെ ജീവൻ രക്ഷിക്കാനാണ്. പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ ഓടിക്കയറിയ ആ ഇടം താങ്കളുടെ പട്ടാഭിഷേകത്തിൻ്റെ ഇടമായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട്, ജീവൻ സംരക്ഷിക്കേണ്ടതിന്, പ്രാണൻ സംരക്ഷിക്കേണ്ടതിന്, മരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്, ഏതോ വലിയ അപകടങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്, സ്വന്തം ദേശം വിട്ട്, സ്വന്തം കുടുംബം വിട്ട് മറ്റൊരിടത്ത് ഒരു അഭയാർത്ഥിയെ പോലെ പലായനം ചെയ്ത് ജീവിക്കുന്ന ആരെങ്കിലുമാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോയി ഒളിച്ചു പാർക്കുന്ന ആ ഇടമുണ്ടല്ലോ, അത് നിങ്ങളുടെ പട്ടാഭിഷേകത്തിൻ്റെ ഇടമാണ്. അഥവാ നിങ്ങളുടെ ശക്തി കേന്ദ്രമാക്കി വളർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അദുല്ലാം ഗുഹ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒളിസങ്കേതമല്ല, അതിനേക്കാൾ ഉപരി അവൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ഇടമാണ്. അവൻ എന്ന രാജാവിനെ രൂപപ്പെടുത്തിയ ഒരു ഇടമാണ് അവൻ്റെ ഒളിസങ്കേതമായ അദുല്ലാം ഗുഹ. ദൈവവചനം കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട്, പലപ്പോഴും നിങ്ങളിപ്പോൾ നാട് വിട്ടു പോയിട്ടുണ്ടാകത്തില്ല, വീട് വിട്ടു പോയിട്ടുണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ തിരക്കുകൾ ഒഴിവാക്കി മറ്റിടങ്ങളിൽ നിന്ന് മാറി ഏകാന്തതകളിൽ വന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് വന്നിരുന്ന് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ഒറ്റയ്ക്ക് പ്രാർത്ഥനാ മുറികളിലേക്ക് കയറി വരുന്ന സ്നേഹിതർ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങളുടെ അദുല്ലാം ഗുഹയാണ്. അവിടെ ഒരു ശക്തി സ്രോതസ് ഉണ്ട്. അവിടെ വെച്ച് നിങ്ങൾ ഒരു ശക്തി സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ വെച്ച് നിങ്ങൾ ഒരു ശക്തി കേന്ദ്രമായി മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ ഒരു പവർ സ്റ്റേഷനായി മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പല തിരക്കുകൾ ഒഴിവാക്കി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, യേശു എന്ന ആ സങ്കേതത്തിനകത്ത് വന്നിരിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അദുല്ലാമിൽ വെച്ച് ദാവീദിൻ്റെ പട്ടാഭിഷേകം നടന്നതുപോലെ ആ മറവിടത്തിൽ വെച്ച്, ആ സങ്കേതത്തിൽ വെച്ച് നിങ്ങൾക്കും ഒരു വലിയ ദൈവിക നിയോഗങ്ങൾ ലഭിക്കാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നു. അവിടെ വെച്ച് ദൈവം നിങ്ങളെ മറ്റൊന്നാക്കി മാറ്റാനായിട്ട് പോവുകയാണ്. ദാവീദിൻ്റെ അടുക്കൽ ഓടിക്കയറിയ 400 പേർ പിന്നീട് രാജാവായി മാറിയപ്പോൾ, ദാവീദ് മുഴുവൻ ഇസ്രായേലിനും രാജാവായി തീർന്നപ്പോൾ ഈ 400 പേർ അവൻ്റെ പടയാളികളും അവൻ്റെ സൈന്യാധിപന്മാരുമായി മാറുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കഷ്ടതകളുടെ വേളകളിൽ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ, നിങ്ങളുടെ നൊമ്പരത്തിൻ്റെ വേളകളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ആ പാവങ്ങളിലെ സാധുക്കൾ, തീർച്ചയായിട്ടും അവർക്കും കൂടി ഒരു മുന്നേറ്റത്തിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കൂ. ഇന്നത്തെ ഈ ഞെരുക്കം ഞാൻ എൻ്റെ ജീവൻ തന്നെ എങ്ങനെ രക്ഷിക്കും എന്ന് നോക്കി പെടാപ്പാടുപെടുമ്പോൾ എന്നെ ആശ്രയിച്ച് വന്നിരിക്കുന്ന ചിലർ, അവർക്ക് ഞാനൊരു അത്താണിയാണ് എന്നുള്ള കാര്യം കൂടി ഈ തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലാണ്, എന്നിരുന്നാൽ പോലും ചിലരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ്, ചിലർക്ക് അത്താണിയാകാനുള്ള നിങ്ങളുടെ ആ ഒരു കരുത്ത്, ആ ഒരു മനോഭാവം തീർച്ചയായിട്ടും നാളെ അതൊരു അസറ്റായി മാറും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ദാവീദിൻ്റെ അടുക്കൽ ഓടിക്കയറിയ 400 പേർ പിന്നീട് അവൻ്റെ സൈന്യാധിപന്മാരും പടയാളികളുമായി മാറിയതുപോലെ ഇന്ന് നിങ്ങൾ സഹായിക്കുന്ന ചിലർ, പ്രാർത്ഥന കൊണ്ടോ വാക്കുകൾ കൊണ്ടോ സാമ്പത്തികമായോ നിങ്ങളുടെ യുക്തി കൊണ്ടോ ഒക്കെ നിങ്ങൾ സഹായിക്കുന്ന ചിലർ നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. അവർ നിങ്ങൾക്കൊരു അസറ്റായിരിക്കും എന്നുള്ള കാര്യം ഈ ദൈവവചനത്താൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ഒളിസങ്കേതങ്ങൾ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. സദസ്യവാക്യത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു വേദഭാഗമുണ്ട്. 30-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. കുഴിമുയൽ അത് ബലഹീന ജാതിയാണ്, എങ്കിലും അത് പാറകളുടെ പിളർപ്പുകളിൽ കൂടുണ്ടാക്കുകയാണ്, അതിൻ്റെ വീട് പണിയുകയാണ്.
നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ഒരു ഒളിസങ്കേതമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന യുഗങ്ങളുടെ പാറയാണ്. ആ പാറയിൽ നമ്മൾ സുരക്ഷിതരാണ്. ഒരു ശത്രുവും അവിടെ വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തത്തില്ല. അതിനേക്കാൾ ഉപരി അതൊരു പവർ സ്റ്റേഷനാണ്, ഒരു ശക്തി കേന്ദ്രമാണ്. ഭയങ്കരമായ അഭിഷേകത്തോടെ, ആത്മശക്തിയോടുകൂടെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പുറത്തു വരാനായിട്ട് കഴിയും. അദുല്ലാം ഗുഹയിൽ നിന്ന് ദാവീദ് പുറത്തു വരുന്നത് ഒരു കുറ്റവാളിയെ പോലെ തല താഴ്ത്തി പേടിച്ചരണ്ടല്ല വരുന്നത്. ഒരു ജയാളിയായിട്ട്, ഒരു ജേതാവായിട്ട്, ഒരു നേതാവായിട്ടാണ് അവൻ പുറത്തു വരുന്നത്. അത്തരത്തിലൊരു അനുഭവം ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.